സേവാഭാരതി വലപ്പാട് യൂണിറ്റ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും ദേശീയ സേവാഭാരതിയുടെയും സഹകരണത്തോടെ എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ ആരംഭിച്ചു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ ഈശ്വർ ടി രമണി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് അധ്യക്ഷനായി. മാഫിൽ അസറ്റ് എം ഡി പ്രസന്നൻ വാഴൂർ, ദേശീയ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ കെ വി രാജീവ് എന്നിവർ മുഖ്യാതിഥികളായി. ദേശീയ സേവാഭാരതി കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും സാന്ത്വനം പ്രൊജക്ട് കൺവീനറുമായ പി സതീഷ് പദ്ധതി വിശദീകരണം നടത്തി. യൂണിറ്റ് സേവന പ്രവർത്തന പ്രചരണാർത്ഥം പുറത്തിറക്കുന്ന ലഘുലേഖ ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ, ദേശീയ സേവാഭാരതി രക്ഷാധികാരി അഡ്വക്കേറ്റ് ആനന്ദവല്ലി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി ബി രാമദേവൻ, ഡോക്ടർ ഋഷിൻ സുമൻ, ശ്രീ ഭദ്രാചല ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രശ്മി ഷിജോ, യൂണിറ്റ് സെക്രട്ടറി ഷിജോ ആര്യമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇതാണ് ഒരു തിയറി പഠിച്ച് മെഡിക്കൽ സയൻസ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മിലേക്ക് ഒരു കണ്ണാടി പോലെ കാണിച്ചു തരുന്ന ഒരു നിമിഷമായിരുന്നു. ഇത് ഏകദേശം ഒരു 15-20 വർഷം മുൻപ് സംഭവിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമാണ് പാലക്കാടിലെ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വർഷാവർഷം അറ്റ്ലീസ്റ്റ് 2 പരിപാടികൾ ഡോക്ടർ ശ്രീരാമശങ്കർ ഉൾപ്പെടെയുള്ള ടീം നയിച്ച 2 പരിപാടികളെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് നടത്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് വന്ന ഇത്രയും അധികം സെൻറ്ററുകൾ സേവാഭാരതി തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ബേസിക് കണക്കെടുത്തതിൽ പാലക്കാട് പഞ്ചായത്തിൽ ടൗണിലും ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ മാത്രം 1000 കുട്ടികളിൽ നേരെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ തന്നെ പേഷ്യൻസ് ഉണ്ട്.